കാത്തിരിപ്പിന് വിരാമം. ആരുടെ? ജാസ്മിന്റെ. നാളെ ഗബ്രി കയറുന്നു. അതായത് ഇന്ന് ഗബ്രി കയറി. കൂടെ ആരാ ഉള്ളത്? ശരണ്യ. നാളെ ശരണ്യയും ഗബ്രിയുമാണ് നമുക്ക് ലൈവിൽ കാണാൻ സാധിക്കുന്നത്. പിന്നെ ഈ ടാസ്ക് അങ്ങനെ തീർന്നു കിട്ടി. കൊലയാളികളുടെ പേര് എങ്ങനെയൊക്കെയോ ജിൻഡോയും ഋഷിയും പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെ നടന്നു കേൾക്കാം. അപ്സര വീട്ടിൽ കയറി. എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആദ്യമായിട്ട് കാണാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ വയ്യാത്ത അവസ്ഥയിലാണ്, ഭയങ്കര തലവേദന, അതാണ്. സോറി കേട്ടോ. അപ്പോൾ എന്തായിരുന്നാലും ഗബ്രി നമ്മൾ പോകുന്ന കണ്ടായിരുന്നല്ലോ ഇന്നലെയല്ലോ മഞ്ഞാന്നല്ലേ കയറിയത് വണ്ടി. എന്തായാലും വണ്ടി എന്ന് പറഞ്ഞാൽ എയർപോർട്ടിൽ നമ്മൾ കണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗബ്രി ഓൾറെഡി ഇന്ന് കയറി. അതിൻ്റെ കൂടെ തന്നെ ശരണ്യമുണ്ട്. അപ്പം നാളെ നമുക്ക് ലൈവിൽ ഇവരെ രണ്ടുപേരെയും കാണാൻ സാധിക്കും. ജാസ്മിൻ്റെ കാത്തിരിപ്പിന് ഒരു വിരാമം എന്ന് വേണം പറയാൻ. ഇന്ന് കയറിയത് റസ്മിനും അപ്സരയും, ഇനി രതീഷിന് കയറാൻ കിടക്കുന്നു. അപ്പോൾ എന്താണ് നടന്നത്? ഒരു കൊലപാതകം കൂടെ അഭിഷേകിന്റെ കൊലപാതകം കൂടെ അർജുൻ ചെയ്തു. സംഭവം എന്ന് പറഞ്ഞാൽ അർജുൻ അഭിഷേകിന്റെ കൊലപാതകം ചെയ്തത് സ്പൂണുമായിട്ട് ഇങ്ങനെ പോയി സ്പൂൺ താഴെയിട്ടു എടുത്തു കൊടുത്തു. അങ്ങനെ അഭിഷേക് മരിച്ചിരിക്കുകയാണ്. CID ഋഷിയും CID ജിൻഡോയും കൂടെ അകത്ത് ഇൻട്രോഗേഷൻസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആക്ടിവിറ്റി ഏരിയയിൽ. സത്യം പറഞ്ഞാൽ ഇവർ എന്തൊക്കെയോ ചെയ്തിട്ട് അവസാനം സംശയത്തിന്റെ രൂപത്തിൽ ഇവർ പേരുകൾ പറഞ്ഞു കേട്ടോ. അർജുൻ്റെയും ജാസ്മിൻ്റെയും പൂജയുടെയും പേരുകൾ കൂടെ പറഞ്ഞു. പൂജയുടെ ഇവർ ആവശ്യമില്ലാണ്ട് പൂജയുടെ പുറകെ കുറേ നേരം പോയി അനാവശ്യമായിട്ട്. അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല. അർജുൻ്റെയും ജാസ്മിൻ്റെയും പേര് ഇവർ പറഞ്ഞു. സംശയ രൂപേണയാണെങ്കിൽ ഇവർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ CIDയും രണ്ടുപേരും എല്ലാവരെയും ഇൻട്രോഗേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ചോദ്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ കൊലപാതകത്തിൻ്റെ രീതിയൊന്നും ഇവർ കണ്ടുപിടിച്ചിട്ടില്ല. അങ്ങനെ കുറേ ഇൻട്രോഗേഷനൊക്കെ ചെയ്ത ശേഷം അഭിഷേക് മരിച്ചു, റസ്മിൻ മരിച്ചു, ശ്രീരേഖ മരിച്ചു. അങ്ങനെ ബ്ലൈൻഡ്സ് ഇട്ട ശേഷം അതിനകത്ത് അപ്സരേനെ കൊണ്ടിരുത്തി. അപ്സര അവിടെ ഇങ്ങനെ കിടക്കുന്നുണ്ടായിരുന്നു റൂമിനകത്ത്. നോക്കുമ്പോഴത്തേക്ക് ഒരാൾ പുതച്ചു മൂടി കിടക്കണം. അപ്പോൾ ഇത് ആരിത്? ഗബ്രിയാ. നോക്കുമ്പോൾ പുതപ്പ് മാറ്റി നോക്കുമ്പോൾ അപ്സര. അയ്യോ ഇത്രയും മെലിഞ്ഞാ. അപ്പോൾ ജാൻമണി അപ്സര സോ സ്ലിം, എന്നെക്കാട്ടിയും സുന്ദരിയായി എന്നൊക്കെ പറഞ്ഞ് സന്തോഷിക്കുന്നു. അപ്പോൾ അപ്സര എൻ്റെ ഇടയിൽ കൂടെ ജിൻഡോ ചേട്ടൻ എന്നെ എടുത്തുകൊണ്ട് നടക്കണം. അതേപോലെ തന്നെ അർജുൻ എന്നെ പ്രപ്പോസ് ചെയ്യണം എന്നൊക്കെ പറയുന്നുണ്ട്. കേട്ടപ്പോഴേ മനസ്സിലായത് പ്രാങ്ക് ആണെന്ന്. അങ്ങനെ എല്ലാവരെയും ലിവിംഗ് റൂമിൽ ബിഗ് ബോസ് പിടിച്ചിരുത്തുന്നു. CIDകൾ എന്തൊക്കെയാണ് കണ്ടെത്തിയത്? അപ്പോൾ ജിൻഡോ പറഞ്ഞു അതിവിദഗ്ധമായി നമ്മൾ ചോദ്യം ചെയ്തു. നമുക്ക് കുറച്ച് പേരെ സംശയമാണുള്ളത്. അങ്ങ് പറയായി വെറുതെ എന്തിന്? ഋഷി പറഞ്ഞു നമുക്ക് പേരുകൾ പറയാം. അപ്പോൾ ഋഷി പറയുന്നു ഞാൻ കണ്ടെത്തിയത് അർജുനും ജാസ്മിനുമാണെന്ന് ഋഷി പറയുന്നു. അപ്പോൾ ജിൻഡോ പറഞ്ഞു എനിക്ക് കണ്ടെത്തലിൽ അർജുനും പൂജയായിട്ടാണ് തോന്നിയത്. എന്താണ് നിങ്ങൾ ആ കണ്ടെത്തലെത്താനുള്ള കാരണം? അപ്പോൾ ഋഷി പറയുന്നുണ്ട് 3 പേരുടെയും പുറകെ അർജുൻ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ജാസ്മിൻ കുറേ കള്ളലക്ഷണങ്ങളൊക്കെ ഉണ്ട്. വെറുതെ ഓവർ ആക്ടിംഗ് ഒക്കെ കാണിച്ച് കുളവാക്കി. അപ്പോഴേ നമുക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു ജാസ്മിൻ ആകും എന്നുള്ളത്. അപ്പോൾ ഡൗട്ടുകളാണ് പറയുന്നത്, ക്ലിയർ കട്ടായിട്ടൊന്നും പറയുന്നില്ല. അത് കഴിഞ്ഞ് കൊല്ലപ്പെട്ടവർക്ക് വല്ല ഡൗട്ടുണ്ടോ? അവർക്ക് ഒട്ടും ഡൗട്ടില്ല. റസ്മിൻ പറയുന്നു ജാൻമണി യമുനയാണ് കൊന്നതെന്ന്. ശ്രീരേഖ പറയുന്നു ശ്രീതു യമുനയാണ് കൊന്നതെന്ന്. അഭിഷേക് പറയുന്നു ജാൻമണി എന്നെ കൊന്നെന്നാണ്. അപ്പം ജാൻമണി ഭർത്താവാക്കി വെച്ചേക്കുന്ന അഭിഷേകനാണ്. ഞാൻ എൻ്റെ ചേട്ടനെ കൊല്ലുമോ? എൻ്റെ ഞാൻ ചേട്ടനെ കൊല്ലില്ല. അപ്പോൾ അഭിഷേക് എന്നെ കൊല്ലാക്കൊല ചെയ്യാണ് ചത്ത് കഴിഞ്ഞിട്ടും എന്ന് പറയുന്നുണ്ട്. അപ്പം ഋഷി പറയുന്നുണ്ട് ഇനി പോകത്തില്ല നിന്നെ വിട്ട് എന്ന് ഋഷി ഇടയ്ക്ക് ഇപ്പം പറയുന്നുണ്ടായിരുന്നു ജാൻമണിയെ കുറിച്ചിട്ട്. അപ്പോൾ ബിഗ് ബോസ് പറയാണ് ഇനി ഒരു കാര്യം ചെയ്യാം, കൊലയാളികൾ തനി എണീറ്റ് നിൽക്കൂ എന്ന് പറയുന്നു. അങ്ങനെ അർജുനും ജാസ്മിനും എണീറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ജാസ്മിൻ വന്ന് പറയുന്നുണ്ട് നിങ്ങൾ 2 CIDസും പറഞ്ഞതൊക്കെ തെറ്റ്, നിങ്ങളുടെ കണ്ടുപിടുത്തങ്ങളൊക്കെ തെറ്റ്, നിങ്ങൾ കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മൾ കൊലയാളികൾ, നമ്മൾ അതിവിദഗ്ധമായിട്ട് കൊല ചെയ്തു. ഫോൺ കണ്ടില്ലേ? അപ്പോൾ ഇനി ചോദിക്കാവോ ഫോൺ? അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞാൽ ഫോൺ എടുത്ത് കാണിച്ചു കൊടുക്കും. ഇനി ഫോൺ ഞാൻ കൊടുത്തെന്ന് പറഞ്ഞ് ആരെയെ വിളിച്ചെന്ന് പറഞ്ഞിട്ട് ഇനി എൻ്റെ തലയെ കൊണ്ടുവിടും. ഒന്നാമതേ ഒരുപാട് പണി പുറത്തുനിന്ന് കിട്ടുകയാണ്. അതിനിടെ കൂടെ ഇനി ഫോൺ കൊടുത്തെന്ന് പറഞ്ഞ് അപ്പം ജാസ്മിൻ ഓടിപ്പോയിട്ട് ഫോണൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. ഈ ഫോണിൽ ഇൻകമിങ്ങും ഇല്ല, ഇൻകമിങ് മാത്രമേ ഉള്ളൂ, ഔട്ട് ഗോയിങ് ഇല്ല. മാത്രമല്ല ഇത് ലോക്ക്ഡൗൺ, ബിഗ് ബോസിന് മാത്രമേ വിളിക്കാൻ സാധിക്കുള്ളൂ. ഫോണൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ നടന്ന കഥകൾ, കൊലപാതകങ്ങൾ എല്ലാം അവർ വിശദീകരിക്കുന്നു, അർജുനും ജാസ്മിനും കൂടി. പിന്നെ അത് കഴിഞ്ഞിട്ട് CIDs അപ്പോൾ പറയും നമ്മുടെ വിജയം, നമ്മൾ എങ്ങനെയെങ്കിലും ചക്ക വീണ് മുയൽ തത്തെന്ന് പറഞ്ഞ പോലെ നമ്മൾ കണ്ടുപിടിച്ചല്ലോ, സൂപ്പർ, നമ്മൾ കണ്ടുപിടിച്ചു, നമ്മുടെ വിജയം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ബിഗ് ബോസ് പറയുന്നത് ശരിയായ രീതിയിലല്ലെങ്കിലും CIDകൾ പേര് പറഞ്ഞു. അപ്പോൾ എന്തായാലും അവർ വിജയിച്ചു. ഇനി അടുത്തത് കൊലയാളികൾ നന്നായി തന്നെ കൊല ചെയ്തു, അവരും വിജയിച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്സരയുടെ വീട്ടിൽ നിന്നാണ് തോന്നുന്നത് എന്തോ കൊടുത്തയച്ചത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നടന്നത്. അപ്പോൾ ഗബ്രി വരുന്നുണ്ട്, ശരണ്യയും വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം. ഇനി രതീഷ് എന്തോ കയറാൻ ബാക്കിയുണ്ട്. അപ്പോൾ രതീഷ് രാത്രിയാണെന്ന് തോന്നുന്നു കയറുന്നത് കേട്ടോ, എനിക്കറിയത്തില്ല. എന്തായാലും രതീഷ് ഉണ്ടെന്നാണ് തോന്നുന്നത് ഇന്ന് ലൈവിൽ. അപ്പോൾ ഇന്നലെ കയറിയെന്നാണ് തോന്നുന്നത്. പിന്നെ ബാക്കിയുള്ള സംഭവ വികാസങ്ങളൊക്കെ നോക്കാം. മിഡ് വീക്ക് എവിഷൻ്റെ കാര്യം നമുക്ക് നോക്കാം. അതൊക്കെ വരാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട്. അപ്പോൾ എന്തായിരുന്നാലും ഇതൊക്കെയാണ് അവിടെ നടന്നത്. അപ്പോൾ ഈ ടാസ്ക് കുറേ ഇതായിരുന്നു, പക്ഷേ എപ്പിസോഡിലെല്ലാം കൂടെ ചുരുക്കി കാണിക്കും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ.